ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളുടെ റോയൽ ഫെലൂഡയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. റോയൽ ഫെലൂഡ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഫ്രൂട്ട്സ് വേണം. ഞാനിവിടെ ആപ്പിള്, പൈനാപ്പിള്, മാംഗോ, പിന്നെ സീഡ്ലെസ് ഗ്രേപ്സ്, രസകദളി പഴം ഇതെല്ലാം കൂടെ ചെറുതായിട്ട് നുറുക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ പുളിയുള്ള ഫ്രൂട്ട്സ് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ നമുക്ക് ജെല്ലി വേണം. ജെല്ലി ഞാൻ 5 സ്പൂൺ ജെല്ലി പൗഡർ 1.5 ഗ്ലാസ് ചൂടുവെള്ളം ഉണ്ടാക്കിയിട്ട് അത് ഈ ജെല്ലി പൗഡറിലേക്ക് കുറേശ്ശെ ഒഴിച്ച് നമ്മൾ കലക്കിയെടുക്കുക. എന്നിട്ട് ഇതിനെ റൂം ടെമ്പറേച്ചറിൽ നമ്മൾ തണുപ്പിച്ച ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുക. ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോഴത്തേക്ക് ഇത് കട്ടിയായിട്ട് വരും. ആ കട്ടിയായി വരുന്ന ജെല്ലി നമ്മൾ ചെറിയ ചെറിയ പീസായിട്ട് ഒന്ന് മുറിച്ചെടുത്താൽ മതി. അത് നമ്മൾ സ്പൂണിട്ടൊന്ന് കുത്തി കൊടുത്താൽ അത് മുറിഞ്ഞ് ചെറിയ പീസായിട്ട് വന്നോളും. പിന്നെ നമുക്ക് നട്ട്സ് വേണം. നട്ട്സ് ഇവിടെ ബദാമും കാഷ്യൂ നട്ടുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് നുറുക്കിയെടുക്കുക. സേമിയ വേണം. സേമിയ ഇവിടെ ഞാൻ ആവശ്യത്തിനെടുത്ത് വേവിച്ച് വെച്ചിരിക്കുകയാണ്. കസ്കസ് വേണം. കസ്കസ് നമ്മളിതിൽ ചേർക്കുന്നതിന് 10 മിനിറ്റ് മുമ്പ് വെള്ളത്തിലിട്ട് വയ്ക്കുക. പിന്നെ റോസ് മിൽക്ക് വേണം. റോസ് മിൽക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ റോസ് മിൽക്ക് പൗഡർ നമുക്ക് ഷോപ്പിൽ കിട്ടും. അത് 3 സ്പൂൺ റോസ് മിൽക്ക് പൗഡർ, 1 കവർ പാലിൽ, 1/2 ലിറ്റർ പാലിൽ 5 സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഐസ്ക്രീമാണ്. പിന്നെ ഞാനിവിടെ സ്ട്രോബെറി സിറപ്പ് എടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഇത് ഞാനൊന്ന് ഗ്ലാസ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇത്രയും സാധനമാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഫെലൂഡ സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്കിനി ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ ആദ്യം സ്ട്രോബെറി സിറപ്പ് എടുത്തിട്ട് ഗ്ലാസ്സിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഗ്ലാസിൻ്റെ വക്കിൽ വെച്ചിട്ട് ഗ്ലാസ് ഒന്ന് കറക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ജെല്ലി ഇടുക. അതിലേക്ക് 2 സ്പൂൺ വെർമസലി വേവിച്ച് വെച്ചിരിക്കുന്ന ഇടുക. ഒരു സ്പൂൺ കസ്കസ് ഇടുക. ഇനി നമുക്കിതിലേക്ക് ഫ്രൂട്ട്സ് ഇടാം. നമ്മളെല്ലാ ഫ്രൂട്ട്സും കൂടെ മിക്സ് ചെയ്താണ് വച്ചിരിക്കുന്നത്. 2 സ്പൂൺ ഫ്രൂട്ട്സ് ഇടുക. ഇതിലേക്ക് നമുക്ക് റോസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നട്ട്സ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മേളിലേക്ക് നമ്മൾ ഐസ്ക്രീം ഇടുക. നമുക്ക് ഏത് ഫ്ലേവർ വേണമെങ്കിലും ഐസ്ക്രീം യൂസ് ചെയ്യാം. ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ കുറച്ച് നട്ട്സും കൂടെ ഇടുക. ഞാനിവിടെ റോയൽ ഫെലൂഡ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ സെറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ റോയൽ ഫെലൂഡ സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ റോയൽ ഫെലൂഡയും സാദാ ഫെലൂഡയും തമ്മിലുള്ള വ്യത്യാസം, നമ്മൾ സാദാ ഫെലൂഡയിൽ നട്ട്സും ഫ്രൂട്ട്സും നമ്മൾ യൂസ് ചെയ്യില്ല. റോയൽ ഫെലൂഡയിലാണ് നമ്മൾ നട്ട്സും ഫ്രൂട്ട്സും ധാരാളം ചേർക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മളെ ഈ ചൂട് സമയത്ത് ഏറ്റവും നല്ലതാണ്. നമുക്ക് ഒരു നേരം ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല. അത്രയ്ക്ക് നല്ല ഹെവി ആയിട്ടുള്ളൊരു ഷേക്ക് പോലത്താണ്. അപ്പം ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക.